നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗപ്രദമാവാൻ പോകുന്ന ചില സൈക്കോളജിക്കൽ ട്രിക്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ചിലത് തീർച്ചയായും നമുക്ക് ഇന്ന് തന്നെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ആദ്യത്തേത് സ്പ്ലിറ്റിംഗ് യുവർ വീക്ക്. പലപ്പോഴും നമ്മുടെ ഒരാഴ്ച എന്ന് പറയുന്നത് 5 ദിവസത്തെ വർക്ക് ഡേയ്സും 2 ദിവസത്തെ വീക്കെൻഡ്സുമായിരിക്കും. അതുകൊണ്ട് തന്നെ 5 ദിവസം നമ്മൾ ഒരുപാടധികം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് ടയേർഡായിട്ട് എക്സോസ്റ്റഡ് ആയിട്ടായിരിക്കും നമ്മുടെ വീക്കെൻഡ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ബോറിംഗ് സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് മിഡ് വീക്ക് സെലിബ്രേഷൻ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. മിഡ് വീക്ക് എന്ന് പറയുന്നത് സാധാരണ വെൻസ്ഡേസിനെയാണ്. സാധാരണ ഒരു വർക്കിംഗ് ഡേ ആയിട്ടുള്ള ഒരു വെൻസ്ഡേ നമുക്ക് ഒരു മിനി വീക്കെൻഡായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പാർട്ടി ചെയ്യുകയും ഹാങ് ഔട്ട് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ആ ദിവസം എൻജോയ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഒരു വീക്കിനെ തന്നെ 2 ഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തേത് നെയിം റെപ്പിറ്റേഷൻ. നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെടുന്ന സമയത്ത് ആ വ്യക്തിയുടെ പേര് നമ്മൾ ചോദിക്കും. എന്നാൽ പിന്നീട് നമ്മൾ ആ പേര് മറന്നു പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് രണ്ടാമതും ആ വ്യക്തിയോട് നിങ്ങളുടെ പേരെന്തായിരുന്നു, ഞാൻ മറന്നുപോയി എന്നൊരു ഓക്വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരുന്നു. ഇതിന് പകരമായി നമുക്ക് ആ വ്യക്തിയുടെ പേര് ആദ്യ പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ പേര് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹത്തെ പേര് വിളിച്ച് സംബോധന ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആവുകയും നമ്മൾ ആ പേര് മറന്നു പോവാതിരിക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, നമ്മൾക്ക് ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിച്ച് സംബോധന ചെയ്യുമ്പോൾ ആ വ്യക്തിയുമായിട്ട് കൂടുതൽ നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും ബോണ്ടിങ് കൂടുതൽ ക്ലോസ് ആവുകയും ചെയ്യുന്നു. ഈ രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു ഇൻ്ററാക്ഷൻ പോസിബിൾ ആവുകയും ചെയ്യുന്നു. ഇതുമാത്രമല്ല, മറ്റൊരു ഗുണം കൂടി ഇതിനുണ്ട്. നമ്മളൊരു വ്യക്തിയുടെ പേര് വിളിച്ച് സംബോധന ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഫേസും അദ്ദേഹത്തിൻ്റെ പേരും നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആവുകയും പിന്നീട് എപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖം ഓർമ്മ വരികയും അതുപോലെ മുഖം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മ വരികയും ചെയ്യും. ഈ രീതിയിൽ പേരും മുഖവും ഒരുമിച്ച് നമുക്ക് റീകോൾ ചെയ്യാൻ സാധിക്കുകയും അങ്ങനെ നമ്മുടെ മെമ്മറി പവർ തന്നെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തേത് റെസ്റ്റ്ലെസ് ചൂയിങ്. നമ്മൾ പലപ്പോഴും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാവുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ്സ് നന്നായിട്ട് ഷെയ്ക്ക് ആവുകയും അല്ലെങ്കിൽ കാലുകൾ വിറക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തരം ഓക്വേർഡ് സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു ച്യൂയിങ് ഗം എടുത്തിട്ട് ച്യൂ ചെയ്യുന്നത്. നമ്മൾ നെർവസ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി വളരെ റെസ്റ്റ്ലെസ് ആവുകയും ഒരുപാടധികം റെസ്റ്റ്ലെസ് എനർജി റിലീസ് ചെയ്യുകയും ചെയ്യും. ഇത് കാരണമാണ് നമ്മൾ നെർവസ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ കൈകാലുകൾ നല്ല രീതിയിൽ വിറയ്ക്കുന്നത്. എന്നാൽ ച്യൂയിങ് ഗം ച്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരം ബോഡിലി ആക്ടിവിറ്റീസിനെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുകയും നമ്മുടെ റെസ്റ്റ്ലെസ് എനർജി റിലീസ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. നാലാമത്തേത് കോൺഫിഡൻറ്റ് കൺസംഷൻ. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ കൊലീഗ്സിൻ്റെ കൂടെയോ ഒക്കെ ഡിന്നറിനൊക്കെ പോകുന്ന സമയത്ത് ഫുഡ് സെർവ് ചെയ്തതിന് ശേഷം ടേബിൾ എറ്റിക്കറ്റിൻ്റെ ഭാഗമായിട്ട് ആരും തന്നെ ഫുഡ് ആദ്യം അവരുടെ പ്ലേറ്റിലേക്ക് ലോഡ് ചെയ്യുകയില്ല. എല്ലാവരും മറ്റുള്ളവർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. ഈ ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ പലപ്പോഴും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഇത്തരം സിറ്റുവേഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ നമുക്ക് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് ഫുഡ് ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സെർവ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. അതുപോലെ ഈ ഒരു സിറ്റുവേഷനെ നമ്മുടെ സംസാരത്തിലൂടെ പരമാവധി കാഷ്വൽ ആക്കാൻ ശ്രമിക്കുകയും ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ നമ്മളൊരു അൺറിട്ടൺ റൂള് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ആളുകൾ തീർച്ചയായും നമ്മുടെ കോൺഫിഡൻസിനെ അവിടെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അഞ്ചാമത്തേത് റിസെപ്റ്റീവ് പാരഫ്രൈസിങ്. നമ്മൾ ഒരു വ്യക്തിയെ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചിരിക്കുകയോ അല്ലെങ്കിൽ തലയാട്ടുകയോ ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ വളരെ പവർഫുള്ളും എഫിഷ്യൻറ്റുമായിട്ടുള്ള ഒരു ലിസണിങ് ടെക്നിക്കാണ് റിസെപ്റ്റീവ് പാരഫ്രൈസിങ്. അതായത് ആ വ്യക്തി പറയുന്ന വാക്കുകൾ നല്ല ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കി നമ്മുടെ രീതിയിൽ പാരഫ്രൈസ് ചെയ്യുക എന്നത്. ഈ രീതിയിൽ അവർക്ക് നമ്മൾ നന്നായി ലിസൺ ചെയ്യുന്നുണ്ട് എന്നും അവർ വെറുതെ കേട്ടിരിക്കുന്നതിന് പകരം നമ്മുടെ കോൺവെർസേഷനിൽ നന്നായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട് എന്നും ഉള്ള ഒരു ഫീലിംഗ് വരുന്നു. ഈ രീതിയിൽ നല്ലൊരു കോൺവെർസേഷൻ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നു. ആറാമത്തേത് വൈസ് വീക്ക് ഡേയ്സ്. ജനറലി മൺഡേ എന്ന് പറയുന്നത് ഒരു വീക്കെൻഡിന് ശേഷമുള്ള ആദ്യത്തെ വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ പൊതുവിൽ ആളുകൾ വളരെ എക്സോസ്റ്റഡും അവരുടെ വീക്കെൻഡ് ഹാങ് ഓവറിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നൊരു ദിവസമായിരിക്കും. അതേപോലെ തേഴ്സ്ഡേ ഫ്രൈഡേ ഒക്കെ അവർ പുതിയൊരു വീക്കെൻഡിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് വളരെയധികം എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയവുമായിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത തവണ നമ്മളൊരു ജോബ് ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് കഴിവതും ട്യൂസ്ഡേ അല്ലെങ്കിൽ വെൻസ്ഡേ മോർണിംഗ്സിൽ സ്കെഡ്യൂൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം മിഡ് വർക്ക് വീക്ക് ആയതുകൊണ്ട് തന്നെ ആളുകൾ
കൂടുതൽ അറ്റൻറ്റീവും അവരുടെ വർക്കിൽ കൂടുതൽ ഇൻവോൾവും ആയിരിക്കുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ്റർവ്യൂ പാസ്സാവാനുള്ള ചാൻസസ് വളരെ അധികമായിരിക്കും. ജോബ് ഇൻ്റർവ്യൂവിൻ്റെ കാര്യം മാത്രമല്ല, നമ്മളൊരു ബിസിനസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ മീറ്റിംഗ് ഒക്കെ നടത്തുന്ന സമയത്തുമൊക്കെ ഇതേ റൂള് ആപ്ലിക്കബിൾ ആണ്. ഏഴാമത്തേത് ബൈസ്റ്റാൻഡർ ഇഫക്റ്റ്. നമ്മൾക്ക് ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആരിൽ നിന്നും ഒരു റിപ്ലൈ കിട്ടാൻ സാധ്യതയില്ല. കാരണം മറ്റാരെങ്കിലും വോളണ്ടിയർ ചെയ്യും എന്ന ഒരു ധാരണ ഈ പറയുന്ന ഗ്രൂപ്പിലുള്ള ഓരോ വ്യക്തിക്കും ഉണ്ടാവും. ഇതിനെയാണ് ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അവർക്ക് സ്വയം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അതിൽ ഇടപെടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. കാരണം അവർക്ക് പകരം മറ്റാരെങ്കിലും വോളണ്ടിയർ ചെയ്യുമെന്ന ഒരു ധാരണ അവരിലുണ്ടാവും. എന്നാൽ ഈ ഇഫക്റ്റിനെ മറികടക്കാൻ വേണ്ടി നമുക്ക് ഒരു വ്യക്തിയെ ഇൻഡിവിജ്വലായിട്ട് പിക്ക് ചെയ്ത് ആ വ്യക്തിയോട് വളരെ വ്യക്തിപരമായി തന്നെ ഒരു ഹെൽപ്പ് ചോദിക്കാവുന്നതാണ്. ആ വ്യക്തിയുടെ പേര് വിളിച്ചുകൊണ്ട് നമുക്ക് ആ വ്യക്തിയുടെ സഹായം ചോദിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ വ്യക്തി നമ്മളെ സഹായിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. എന്നാൽ ഇതേ വ്യക്തി ഒരു ഗ്രൂപ്പിനകത്ത് നിൽക്കുന്ന സമയത്ത് ആ ഗ്രൂപ്പിനോട് നമ്മളൊരു ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് അതിലെ ഓരോ വ്യക്തികളും ബൈസ്റ്റാൻഡേഴ്സായി മാത്രം മാറുകയാണ്. അവരാരും തന്നെ സ്വയം വോളണ്ടിയർ ചെയ്ത് ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും. എട്ടാമത്തേത് സ്മൈലിംഗ് ഇൻ കോണ്ടെക്സ്റ്റ്. ഓൾവേസ് വെയർ എ സ്മൈൽ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇതിനർത്ഥം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക എന്നല്ല. നമ്മൾ ഏത് സാഹചര്യത്തിൽ എങ്ങനെ സ്മൈൽ ചെയ്യണം എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സീരിയസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിരിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ജോലി കിട്ടാൻ പോകുന്നില്ല. കാരണം അത് നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡൊന്നുമല്ല കാണിക്കാൻ പോകുന്നത്. നമ്മൾ ലൈഫിൽ ഒട്ടും സീരിയസ് അല്ല, നമ്മൾ ഈ ജോലി ചെയ്യാൻ മാത്രമുള്ള ടഫ്നെസ് നമുക്കില്ല എന്നൊരു ഇംപ്രഷനായിരിക്കും നമ്മളെപ്പറ്റി ഇൻ്റർവ്യൂവറിന് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ജോലി ലഭിക്കാനുള്ള സാധ്യത കുറയുന്നു. എന്നാൽ ഇതിനർത്ഥം നമ്മുടെ മുഖം സ്റ്റോൺ ഫേസ്ഡായി വെക്കണം എന്നുമല്ല. വാ തുറക്കാതെ ചെറിയൊരു പുഞ്ചിരി നമ്മുടെ മുഖത്ത് കൊണ്ടുവരാവുന്നതാണ്. ഇത് കാരണം നമ്മൾ വളരെ പ്ലസൻറ്റും ഫോക്കസ്ഡും ലൈഫിനെ പറ്റി വളരെ സീരിയസ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുള്ള ഒരു ഇംപ്രഷൻ അവർക്ക് ലഭിക്കുന്നു. ഇത് കാരണം തന്നെ നമ്മുടെ ജോലി കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഒൻപതാമത്തേത് കില്ലിംഗ് ജോക്സ്. ഒരാൾ ഒരു ജോക്ക് പറയുന്ന സമയത്ത് അതിനെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. കുറച്ച് ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണിത്. ഒരാൾ ഒരു ജോക്ക് പറഞ്ഞതിന് ശേഷം എല്ലാവരും അതിന് ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അയാളോട് ആ ജോക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറയാവുന്നതാണ്. ഒരിക്കലും ആദ്യം പറഞ്ഞ് അത്രയും ഇഫക്റ്റ് രണ്ടാമത് അയാൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ല. ഈ രീതിയിൽ നമുക്കൊരു ജോക്കിന് കില്ല് ചെയ്യാവുന്നതാണ്. അടുത്ത തവണ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വളരെ ഫണ്ണി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് തന്നെയാണിത്. പത്താമത്തേത് വെയിറ്റിംഗ് വിത്ത് ഡിഗ്നിറ്റി. പലപ്പോഴും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. ഈ സമയത്ത് പലപ്പോഴും പലർക്കും ബോറടിക്കുകയും സ്ട്രെസ്ഡ് ആവുകയും നെർവസ് ആവുകയും ഒക്കെ ചെയ്യും. അത് വളരെ സ്വാഭാവികമാണ്. എന്നാൽ ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് ആ ഇൻ്റർവ്യൂവിനെയും ആ ജോബ് കിട്ടാനുള്ള നമ്മുടെ സാധ്യതയും വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന കാര്യം പലർക്കും അറിയില്ല. യഥാർത്ഥത്തിൽ ഇൻ്റർവ്യൂ പ്രോസസ്സ് സ്റ്റാർട്ടാവുന്നത് നമ്മൾ ഇൻ്റർവ്യൂ റൂമിൽ കയറുന്നതിന് മുൻപ് തന്നെയാണ്. ഇത്തരത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ പെരുമാറ്റം, ഉദാഹരണത്തിന് നമ്മൾ ഫോണിൽ ഉറക്കെ സംസാരിക്കുകയാണ്, ഉച്ചത്തിൽ സംസാരിക്കുകയും അല്ല എങ്കിൽ ഫോണിൽ ഗെയിം കളിക്കുകയോ യൂട്യൂബിൽ ഫണ്ണി ആയിട്ടുള്ള വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ജോലി കിട്ടാനുള്ള സാധ്യതയെ വളരെയധികം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് നമ്മുടെ ബോസ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അവർ ഒന്നുകിൽ CCTV വഴി അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളിത് അറിയുന്നില്ല എന്ന് മാത്രം. നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഫോൺ യൂസ് ചെയ്യുന്നതിന് പകരം ഒരു പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ അന്നത്തെ ന്യൂസ് പേപ്പർ വായിക്കുകയോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയുള്ള നമ്മുടെ റെസ്യൂമെ റിവ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ കമ്പനിയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുക. ജോലിക്ക് സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി നമ്മളെ പറ്റിയുള്ള അവരുടെ ഇംപ്രഷൻ നല്ല രീതിയിൽ ഇംപ്രൂവ് ആവുകയും നമുക്ക് ആ ജോലി ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള 10 സൈക്കോളജിക്കൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇതുപോലുള്ള കൂടുതൽ സൈക്കോളജിക്കൽ ടിപ്സ് ആൻഡ് ട്രിക്സ് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതിനെപ്പറ്റിയുള്ള വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ട് തീർച്ചയായും നമ്മൾ ചെയ്യുന്നതാണ്.